ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് നിക്കറമ്മായി. ഈ നിക്കറമ്മായി എന്നുള്ള ഒരു പേര് ഈ കണ്ടസ്റ്റന്റിന് വീണിട്ടുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ഒരു വീഡിയോയെ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ഇവർ കൊടുത്തൊരു ഇന്റർവ്യൂവിനെ റിയാക്ട് ചെയ്തിട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വരുന്ന കമന്റ് വഴിയാണ് ഞാൻ അറിയുന്നത് ഈ ചേച്ചിക്ക് ഇങ്ങനെ ഒരു പേര് വീണിട്ടുണ്ടെന്ന്. അപ്പൊ ഞാനായിട്ടിട്ട പേരൊന്നും അല്ല, ഇങ്ങനെ ഒരു പേരുണ്ട് ചേച്ചിക്ക്. നിക്കറമ്മായി എന്നുള്ളൊരു സാധനം അറിയാത്തവർക്ക് വേണ്ടി ദ പേഴ്സൺ ഹു ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഈസ് റസ്മിൻ ബായ്. ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റന്റ്, ഇറങ്ങി പുറത്തുള്ള കണ്ടസ്റ്റന്റ്. അപ്പം ഈ ഒരു ചേച്ചിയെ പറ്റി ഞാൻ സംസാരിക്കാൻ കാരണം കുറെ പേര് 2-3 ദിവസമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാനപ്പം ഒരു വീഡിയോ മാത്രമേ അവരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുള്ളൂ. അതിന് ശേഷവും അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം, ഞാൻ ആദ്യം ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ലൈക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ കാണുന്ന ആർക്കെങ്കിലും, എന്റെ സബ്സ്ക്രൈബേഴ്സിനോ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ആർക്കെങ്കിലുമോ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് കാണണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, ഇല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്താണെങ്കിലും വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് പറയാം. ഏതെങ്കിലും ഞാൻ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോ നിക്കറമ്മായിയെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. നിക്കറമ്മായി ഇന്ന് രാവിലെ ഒരു വീഡിയോ, നിക്കറമ്മായിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ ജാസ്മിൻ കൊച്ചിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇറങ്ങിയതിന് ശേഷം തുടങ്ങിയാണ്, നല്ല നേരത്തെ ഉള്ളതാണ്. അപ്പം രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പ് ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതും ഇന്നാണ് കാണുന്നത്. പക്ഷെ അതിനകത്ത് പറഞ്ഞതിനെ പറ്റി ഞാനൊന്നും പോകുന്നില്ല. നേരെ മറിച്ച് ഇന്ന് വന്നിരിക്കുന്ന വീഡിയോയെ പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാം. കാരണം ഇന്നത്തെ വീഡിയോയിൽ ചേച്ചി സംസാരിക്കുന്നത്, ചേച്ചി ഒരു Q&A ക്വസ്റ്റ്യൻ സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളാണ് ചേച്ചി കൊടുക്കുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ ഡൗട്ട്, ചേച്ചിക്ക് ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ആൾക്കാർ ചെല്ലുമല്ലേ? ഞാൻ വിചാരിച്ചത് ചേച്ചിക്ക് ഫുള്ള് തെറിയും ബഹളമാണ് ചേച്ചിക്ക് പുറത്ത്, ചേച്ചി കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എവിടുന്നോ ചേച്ചി കുറെ ക്വസ്റ്റ്യൻസ് തപ്പി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചിലപ്പം ചോദിച്ചതായിരിക്കാം ആരെങ്കിലും ഒക്കെ. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാണ് ചേച്ചിക്ക് എന്തായാലും നല്ല ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചോണ്ട് വരാൻ. കാരണം കുറവാണ് നല്ല ക്വസ്റ്റ്യൻസ്, മൊത്തവും മറ്റേ കൂക്കലും വിലയും സാധനങ്ങളും ആണ്. അപ്പൊ എന്തായാലും ചേച്ചി രാവിലെ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിരിക്കുന്ന വീഡിയോയ്ക്കകത്തും ചേച്ചിയുടെ മെയിൻ ഒരു ഉദ്ദേശം ജാസ്മിനെ വെളുപ്പിക്കുക, ജാസ്മിന് മറ്റേ കപ്പ് കൊടുത്ത് വിടുക, ഈ ഒരു സാധനമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ക്ലിപ്പ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെ? വെറുതെ ചുമ്മാ ചേച്ചിയെ കൊണ്ട് പറയുന്നില്ല ഞാൻ. നമുക്ക് ക്ലിപ്സ് നോക്കാം. അടുത്ത ഡൈനാമിക്സ് ഡോസേജ്. ജിൻഡോ ബ്രോനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ മട്ടാഞ്ചേരി മോളെ നിന്റെ ജീവൻ അങ്ങെടുക്കും. സോറി ബ്രോ, സോറി. ഡൈനാമിക്സ് ഡോസേജ്. ജിൻഡോ ബ്രോനെ കുറിച്ച് ഞാൻ ജിൻഡോ ബ്രോന്റെ പുറത്തുള്ള ജിൻഡോ ബ്രോനെ കുറിച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അകത്തുള്ള ജിൻഡോ ബ്രോന്റെ ഗെയിം എൻ്റെ അടുത്ത് ഇന്റർവ്യൂസിലും കാര്യങ്ങളും ചോദിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ജിൻഡോ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ അകത്ത് ഞാൻ കണ്ടത് എന്താണോ, അകത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണോ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചേച്ചി പുറത്തുണ്ടായിരുന്ന ആളല്ലല്ലോ, ചേച്ചി അതിനകത്തുള്ള ആളായിരുന്നല്ലോ. അപ്പൊ ചേച്ചി പറയുന്നത് എന്തായാലും അകത്തുള്ള ജിൻഡോ ചേട്ടനെ പറ്റിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേച്ചി അത് പ്രത്യേകിച്ച് മറ്റേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആ കണ്ടത് നല്ല, ഇതിന് മുന്നേയും കുറച്ചൊരു 5-6 മിനിറ്റിന്റെ ഒരു വീഡിയോ ഒരു ക്ലിപ്പ് ഇത് കഴിയുമ്പോഴാണ്, 5-6 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. മൊത്തത്തിൽ ഏതാണ്ട് 27 മിനിറ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ. അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലോ, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചേച്ചിയോട് ക്വസ്റ്റ്യൻ അല്ല, ചേച്ചിക്കുള്ള ഭീഷണിയാണ്. അപ്പൊ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളോടാണ് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് അറിയാൻ പാടില്ല എന്തിനു പോയി ഇവളുടെ അടുക്കൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണക്ക് മൊത്തം മട്ടാഞ്ചേരി പെണ്ണെ നിന്നെ ഞാൻ അങ്ങ് തീർത്ത് കളയും ജിൻഡോയ്ക്കെതിരെ. എന്തിന്? ജിൻഡോയുടെ PR കുഞ്ഞുങ്ങളായിരിക്കും. ജിൻഡോ ചേട്ടന്റെ PR കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റേ ചെയ്തോളൂ PR വർക്ക് എന്ന് വെച്ചിട്ട് മറ്റേ ഭയങ്കര ഓവർ ആവരുത് കേട്ടോ. കാരണം അത് നാട്ടുകാര് നമ്മളെന്തിനാ PR വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ PR വർക്ക് ചെയ്യുന്നത്? നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ അതിനകത്ത് ഉള്ളതെന്ന് അല്ലെങ്കിൽ തന്നെ കേൾക്കുന്നുണ്ട് ജിൻഡോയുടെ PR. ഇനി വയ്യേ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തിനാ PR വർക്ക് ചെയ്യുന്നത്? പുള്ളിക്ക് വോട്ട് കിട്ടാൻ. അപ്പൊ മാന്യമായിട്ടുള്ള രീതിയിലുള്ള PR വർക്ക് ചെയ്യുക. ഈ ചുമ്മാ ആരുടെ എന്തൊരു വീഡിയോ വന്നാലും ഇപ്പൊ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വീഡിയോ വന്നാലും അതിനകത്ത് മറ്റേ ജിൻഡോക്കി ജെയ്യെന്നും പറഞ്ഞ അത് പുള്ളിക്ക് തന്നെ നെഗറ്റീവ് ആവും. ഞാൻ പറഞ്ഞേക്കാം, പൊക്കി പിടിക്കാൻ നടന്നിട്ട് ലാസ്റ്റ് പുള്ളിക്ക് നിങ്ങൾ നെഗറ്റീവ് മേടിച്ചു കൊടുക്കുന്നതാണ് കായിപ്പോവും. സോ ദൈവത്തെ ഓർത്ത് ആ പരിപാടി ചെയ്യാറിരിക്കുക. പിന്നെ ഒരു പെണ്ണിനടിക്ക് ചെന്നിട്ട് നിന്നെ മറ്റേ പൂർത്തിക്കളയും, ഊളിക്കളയും. ടു ബാഡ്. ഭയങ്കര അത് ശരിയായില്ല കേട്ടോ, അത് ശരിയായില്ല. ജിൻഡോ ചേട്ടനെ എനിക്കും ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് മറ്റേ ഈ പരിപാടിക്കൊന്നും ഞാൻ പോകത്തില്ല. ചുമ്മാ അത് പുള്ളിക്ക് തന്നെ നിങ്ങൾ നെഗറ്റീവ് മേടിച്ചു കൊടുക്കും. PR കുഞ്ഞുങ്ങളാണ്. ദൈവത്തെ അടുത്ത് ആ പരിപാടിക്കൊന്നും പോകാനില്ല. പുള്ളി മര്യാദയ്ക്ക് പുള്ളിക്ക് വോട്ട് കിട്ടും. പുള്ളി നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വോട്ട് കിട്ടിക്കോളൂ. ഇനി ചുമ്മാ പോയി ആവശ്യമില്ലാത്ത പിറങ്ങി പരിപാടിക്കൊന്നും പോകരുത്. അത് ഈ റസ്മിൻ ബായിയെ പോലുള്ള ഐറ്റത്തിനിടയ്ക്ക് ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ കണ്ടതാണ്. റസ്മിൻ പറയുന്ന അതിനകത്തെ ജിൻഡോയെ, അകത്തുള്ള റസ്മിൻ ബായിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. റസ്മിൻ ബായി അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നേരത്തെ മറ്റേ പെട്ടിയും പിടകടവും എടുത്ത് പുറത്തോട്ട് പോകുന്നത്.
ജിൻഡോ ഇപ്പോഴും നീ കുറ്റം പറഞ്ഞ ജിൻഡോ ഇപ്പോഴും അതിനകത്തുണ്ട്. നീ എന്തുകൊണ്ട് വെളിയിലോട്ട് പോയെന്ന് നീ ഒരു മിനിറ്റ് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് നീ ഇനിയും ഈ ഒരു വർത്താനം നിർത്ത. നീ കൊടുത്ത ഇന്റർവ്യൂവിനൊക്കെ ഇരുന്ന് മറ്റേ പുള്ളിക്കിട്ട് നല്ല കൊടുപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് തിരിച്ചുള്ള നിനക്കുള്ള മറുപടി നല്ല പുറത്ത് നല്ല കനത്തില് കത്തുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വീണ്ടും വന്നിരുന്ന് വൈ ബാക്കി മനസ്സിലായില്ലേ? ക്ലോസ് ഫ്രണ്ട്. എന്റെ പൊന്നെ. ഇൻ ബിഗ് ബോസ് നോറ, ജാസ്മിൻ, ശ്രീതു, അർജുൻ. ശ്രീതുവിന്റെ അർജുനേക്കാളും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് നോറേനായിട്ടും ജാസ്മിനായിട്ടും തന്നെയാണ്. പക്ഷെ അതായത് ഡിഫറെന്റ് ബോണ്ടാണ് എല്ലാവരുമായിട്ട്. മീൻസ് ഇപ്പൊ നമുക്ക് ഒരാളുടെ അടുത്തുള്ള ബോണ്ട് ആയിരിക്കില്ലല്ലോ ഇപ്പുറത്തുള്ള ഫ്രണ്ടിനായിട്ട്. അപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ്, അവരും ഡിഫറെന്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്ക് അറിയാവുന്നത് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ജാസ്മിന്റെയും നോറയുടെയും തന്നെയാണ്. റസ്മിൻ ഭായിയുടെ ഏറ്റവും ക്ലോസറ്റ് ഫ്രണ്ട് ബിഗ് ബോസിലെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്മിൻ ഭായ് നോറയുടെയും ജാസ്മിന്റെ പേര് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ജാസ്മിന്റെ പേര് പറയണം ചേച്ചി പറയാതെ പോകരുത്. ഞങ്ങൾക്ക് അറിയാം ചേച്ചിയുടെ ഏറ്റവും ക്ലോസറ്റ് ഫ്രണ്ട് ജാസ്മിൻ ആണെന്ന്. അതിന് അവൾ അർഹതയാണ്. അവള് നിങ്ങൾക്ക് പറ്റിയ ക്ലോസറ്റ് ഫ്രണ്ട് ആണ് ജാസ്മിൻ. ഓക്കെ, ക്ലോസസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. നാക്ക് ആർക്കാണെങ്കിലും ഉടക്കും, എനിക്കും പറ്റാറുണ്ട്, സമ്മതിച്ചു. പക്ഷെ ചേച്ചിക്ക് നാക്ക് ഉടക്കിയത് കറക്റ്റ് സ്ഥലത്ത്. അത് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ എന്റെ നാക്ക് ഉടക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ് കേട്ടോ. തെറ്റൊന്നുമില്ല ചേച്ചി പറഞ്ഞതിനകത്ത്, കറക്റ്റ് കാര്യമാണ്. ചേച്ചിയുടെ ക്ലോസറ്റ് ഫ്രണ്ട് അത് ജാസ്മിൻ തന്നെ. കൂടെ നോറയും പിടിച്ചു ഇരിക്കട്ടെ, അത് പിന്നെ ചിരിച്ചോണ്ട് എന്തോന്ന് കാണിച്ചാലും നിന്നോളൂ, ഇല്ലെങ്കിൽ മറ്റേ തർക്കിച്ചോണ്ട് വരും. അത്രേ ഉള്ളൂ. ഇത് സെയിം ആൾ തന്നെ കേട്ടോ. സാപ്പിയൻറ്റ് പുറത്ത് നിന്ന് കാണുമ്പോൾ ഫ്രണ്ട്സിനെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റിയ, പുറത്തുനിന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗെയിം കണ്ടിട്ടില്ല ഞാൻ, റീൽസിൽ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് അവരെ ഞാനുള്ളപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് അവരെ കണ്ടാൽ മതി. അല്ലാതെ വേറെ ഗെയിം കണ്ട് അങ്ങനത്തെ ഒരു പുറത്തുള്ള ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അകത്ത് നടക്കുന്നത് പകുതിയും എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എഡിറ്റ് മീൻസ് ഫുള്ളും കാണിക്കാതെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റസ്മിൻ കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ നമ്മൾ ജനങ്ങളൊക്കെ മണ്ടന്മാരല്ലേ? നമ്മൾ മണ്ടന്മാര്. റസ്മിൻ ഭായ് ഭയങ്കര ബുദ്ധിമതിയാണ്. അപ്പൊ റസ്മിൻ ഭായിക്ക് അതിനകത്തുള്ള ആൾക്കാരെ അറിഞ്ഞാൽ മതി. പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് പലതും എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പുറത്ത് വരുന്നത്. അപ്പൊ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചേച്ചി പറയുന്നുണ്ടെങ്കിൽ ചേച്ചി ബിഗ് ബോസ് പ്രോഗ്രാം തന്നെ കൊള്ളത്തിലാന്നാ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ പുറത്തിരിക്കുന്ന ജനങ്ങളാണ് വോട്ട് എന്ന് നിങ്ങളെയൊക്കെ അവിടെ നിർത്തുന്നത്. അപ്പൊ ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണെന്നാണോ ചേച്ചി പറയുന്നത്? ഞങ്ങൾ അത്രേ കാണുന്നുള്ളൂ, പിന്നെ ലൈവും കാണുന്നുണ്ട്. അപ്പൊ അതും കട്ട് ചെയ്തിട്ടാണ് വരുന്നത് ചേച്ചി പറയുന്നു. അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ പുറത്തിരുന്ന് ജഡ്ജ് ചെയ്യുന്നത് ഞങ്ങൾ മണ്ടന്മാർ അല്ലേ? കൊള്ളാം ചേച്ചി തന്നെ ഉള്ളതെല്ലാം വന്ന് ഇങ്ങനെ കൊണ്ട് വെട്ടിത്തുറന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ. വളരെ വളരെ നല്ല കാര്യം. കുറെ ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് മറ്റേ ഘോര പറയുന്നുണ്ട്, പൊട്ടന്മാരാക്കുകയാണ്. ആർക്കും മനസ്സിലാവുന്നില്ല. കണ്ടല്ലോ. പിന്നെ ഈ റസ്മിൻ ഭായിയുടെ ഫാൻസിനോടാ റസ്മിൻ കുട്ടി പറയുന്നത് കേട്ടല്ലോ. റസ്മിൻ ഭായിയുടെയും ജാസ്മിൻ ചേച്ചിയുടെയും ഒക്കെ ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ. അപ്പൊ അവരോടാ നീയും ഞാനും എല്ലാരും മണ്ടന്മാരാന്നതേ വന്നിരുന്ന് പറയുന്നുണ്ട്. പകുതിയെ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യുന്നത് മൊത്തം മണ്ടത്തരം. ബാക്കി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസ് ആര് വിന്നർ ആകണം എന്നാണ് ആഗ്രഹം. എന്റെ ആഗ്രഹം ജാസ്മിൻ വിന്നർ ആവണം എന്നാണ്. കാരണം ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളത് ജാസ്മിനാണ്. ജാസ്മിൻ ഓർ അർജുൻ നല്ലപോലെ സ്ട്രെസ്ഡ് ആയിരുന്നു യെസ്റ്റർഡേ. തീർന്നാ മതി എന്നൊക്കെ. അതിന്റെ അകത്ത് സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾക്കത് അറിയാം. ജാസ്മിൻ വിന്നർ ആകണം എന്നാണ് ചേച്ചിയുടെ ആഗ്രഹം. അപ്പോ എന്റെ ഒരു ചോദ്യം, എന്ത് ചെയ്തിട്ടാണ് ജാസ്മിനെ ഞങ്ങൾ വിന്നർ ആക്കേണ്ടത്? എനിക്കത് ചേച്ചി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. എന്ത് ചെയ്തിട്ട്, എന്താണ് ജാസ്മിൻ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് തന്നൊരു കണ്ടന്റ്? ചേച്ചി ഇപ്പൊ പറയുമായിരിക്കും മറ്റേ കയ്യും പിടിച്ചിരുത്തി ഏറ്റവും കൂടുതൽ TRP കൂട്ടി, പുറത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചു. എന്താ സംസാരിച്ചെന്ന് ചേച്ചിക്ക് അറിയോ? തന്തയ്ക്ക് വിളി, ഇത് മാത്രം. പിന്നെ അവളുടെ കുടുംബക്കാരെ പറയുക, അവളുടെ വാപ്പയും ഉമ്മയും പറ്റിച്ച പരിപാടി, ബ്ലോക്ക് ഡാഡിയുടെ കഥ, ഇതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ഈ മാർക്കറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ ടീം അത് ചെയ്തത്. മനസ്സിലായില്ല? അവർക്ക് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി വീണ്ടും അത് പറയാൻ പോകുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ ഇനി പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പഴയ വീഡിയോ പോയി കാണിക്കുക. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഈ പരിപാടിയെ എന്തുകൊണ്ട് ജാസ്മിനെ പൊക്കിയെടുത്തോണ്ട് നടക്കുന്നുള്ള. ഇത്രയായിട്ടും ഈ പുറത്തിറങ്ങി ഇത്രയും ദിവസങ്ങളായി. മോള് സീസൺ ഒന്നും അല്ല, എപ്പിസോഡുകളൊന്നും കാണാൻ പോകണ്ട. പക്ഷെ പുറത്ത് ജനങ്ങൾ എങ്ങനെയാണ് വാല്യൂ ചെയ്തത് എന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് നീ ഇനി ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുന്നത് കുറച്ചുകൂടെ നിനക്കൊരു നല്ലത് വരും. ഇല്ലെങ്കിൽ ഇനിയും തെറിവിളിയായിരിക്കും നമ്മുടെ റസ്മിൻ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ബാക്കി
വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് താൻ BB. പവർ റൂം കൊണ്ട് എത്ര നാൾ പിടിച്ചു നിന്നു? എന്താ അനേഫ് 09. അങ്ങനെയാണോ? വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു? അത് നിങ്ങളുടെ അഭിപ്രായമാണ്, ഞാൻ അതിനെ മാനിക്കട്ടെ. റസ്മിൻ ഭായ്, താങ്കൾക്ക് അത് ഇത്രയായിട്ട് മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും അതാ ചോദിക്കുന്നത്. ഒന്നാ പഴയ നിങ്ങൾ ഇനിയുള്ള എപ്പിസോഡൊന്നും കണ്ട, പഴയ നിങ്ങളുടെ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആയിരുന്നു നിങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ എന്നാലും വന്നിരുന്നു. ഇതൊക്കെ കാണിക്കാനുള്ളല്ലേ ചേച്ചി? നല്ലതൊന്നും ആൾക്കാർ പറയുന്നത് വളരെ കുറവായിരിക്കും. കഷ്ടപ്പെട്ട് ചേച്ചീനകത്ത് കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ അധികം ഇവിടെ കാണിക്കുന്നില്ല. കാരണം ചേച്ചി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കുത്തി മറ്റേ വന്നത് മൊത്തം തെറിയായിരിക്കുമല്ലോ ഈ Q&Aയില്. അതിനകത്തൊന്ന് കഷ്ടപ്പെട്ട് എടുത്തതല്ലേ. അതിനെ ഞാൻ ആ നല്ല ചോദ്യങ്ങളെ ഞാൻ ഇവിടെ നശിപ്പിക്കുന്നില്ല. ബാക്കി പെൻസിലാർട്ട് യു ജസ്റ്റിഫൈ ദ റേസിസ്റ്റ് കമന്റ്സ് മെയ്ഡ് ബൈ ജാസ്മിൻ അബൌട്ട് ജിൻഡോ. ഡു യു നോ വാട്ട് റേസിസം ആൻഡ് കാസ്റ്റിസം ഇസ്? ഞാനിപ്പോ ജസ്റ്റ് ബ്രോ സോറി, എനിക്ക് ഏതാ ഇൻസിഡന്റ് മനസ്സിലാകുന്നില്ല. ചേച്ചിക്ക് ഒന്നും മനസ്സിലാകില്ല. ചേച്ചിക്ക് ഒന്നും മനസ്സിലാകില്ല. ചേച്ചി നമ്മുടെ നോറക്കൊച്ച് നമ്മുടെ ജാസ്മിൻ കുഞ്ഞെ കുറെ തവണ പല വാക്കുകൾ പറഞ്ഞ് ജിൻഡോ എടുക്ക മറ്റേ ഉടക്കാൻ ചെന്നിട്ടുണ്ട്. ഉടക്ക് നടക്കട്ടെ, ആ ഉടക്കിന്റെ ഇടയ്ക്ക് അവൾ പറയുന്ന റേസിസം ചേച്ചിക്ക് മനസ്സിലായില്ല. കറുപ്പ് എന്ന് പറഞ്ഞ അവളുടെ ഒരു ചൊറിച്ചിൽ ചൊറിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് ആ ഒരു കമന്റ് ഇട്ട ചേച്ചി ഉദ്ദേശിച്ചതെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതായത് ജിൻഡോ ചേട്ടനെ കറുപ്പിനെ കളിയാക്കി അവിടെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റസ്മിൻ ചേച്ചി മറന്നുപോയി. അങ്ങനെ ഒന്നും ഇല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, എന്റെ ചെവി അപ്പൊ അടിച്ചു പോയിരിക്കുമായിരുന്നു എന്നാണ് റസ്മിൻ ചേച്ചി പറയുന്നത്. മനസ്സിലായില്ലേ? ചേച്ചിക്ക് ഒന്നും ഓർമ്മയില്ല. ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് വന്നിരുന്ന് മറ്റേ കഥകൾ പറയാനിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും എന്നാണ് എനിക്ക് റസ്മിനോട് പറയാനുള്ളത്. അതിനെ നീ സപ്പോർട്ട് ചെയ്യണം റസ്മിൻ ഭായ്. അവൾ ആ പറഞ്ഞതിനെ നീ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും അവൾ പറഞ്ഞത് തെറ്റാണെന്ന് നീ പറയരുത്. അവൾ ഈ വർഗഭേദം വന്ന് സോറി അവൾ ഈ നിറത്തിനെ വെച്ച് സംസാരിച്ചുണ്ടല്ലോ, അതിനെ തെറ്റാണെന്ന് തന്നെ നീ പറയണം. അല്ല തെറ്റാന്നല്ല, അവളെ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ. അവളാ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ എന്റെ കുഞ്ഞു പറയണം. ഓക്കെ, ഒരിക്കലും അവള് ചെയ്തത് തെറ്റൊന്നുമല്ല മോളെ. അവൾ അവിടെ അതിനകത്ത് കാണിച്ചത് എല്ലാം ശരിയാണ്. അവക്ക് നീ കൂട്ടുനിന്നത് ശരിയാണ്. നീ അടിപൊളിയല്ലേ. തോയിബ ഹസീം ജിൻഡോ പറഞ്ഞിരുന്നു നിങ്ങൾ ജാസ് നോറ ഗബ്രി ഒക്കെ പുറത്തു നിന്ന് ടീമായി വന്നതാണ്. റസ്മിൻ അയാളെയും വിളിച്ചു നോ ബ്രോ. അത് ജിൻഡോ ബ്രോന്റെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ്. പുള്ളി ഇങ്ങനെ ടാസ്ക് കിട്ടുന്ന സമയത്ത് പുള്ളിക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ നല്ല പുള്ളിയുടെ ഗെയിമാണ് അത്. പുള്ളി ആ സമയത്ത് പല കാര്യങ്ങളും പറയും. അത് ഇതൊക്കെ പുള്ളിയുടെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്, ഇതുപോലെ കുറെ സ്റ്റോറീസ് പുള്ളിയുടെ ഉണ്ട്. എന്നിട്ട് ഗെയിം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി പറയും ഞാൻ കള്ളം പറഞ്ഞതാണ്, അതിന്റെ ഗെയിമാണ്, ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തു, അതിന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കും. സോ ഇതെല്ലാം കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ് ഗൈസ്. അതിലൊന്നും ഒരാളും വിശ്വസിക്കത്തില്ല. നീ വിശ്വസിക്കും. നീ എന്നിട്ട് അത് വിശ്വസിച്ചിട്ട് വന്നിരുന്ന് മറ്റേ പുള്ളിയിട്ട് താങ്ങുകയും ചെയ്യും. അത് നിനക്ക് ബിഗ് ബോസ് എന്നുള്ള ഒരു പരിപാടി എന്താണെന്ന് അറിയാതെ അങ്ങോട്ട് ചെന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ജിൻഡോ ചേട്ടൻ അത് പറയുന്നത് പുള്ളിയുടെ ഒരു മാന്യതയായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കള്ളത്തരം പറഞ്ഞു. പുള്ളി അപ്പോഴും ഉള്ള കാര്യം പറയുന്നുണ്ട്. ലാസ്റ്റ് കള്ളത്തരം കാണിച്ചു എന്ന് തന്നെ പുള്ളി പലയിടത്തും, ആദ്യം ഒന്നും ചിലയിടത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ചേട്ടന്റെ ക്യാരക്ടർ ചേഞ്ച് വരുന്നുണ്ട്. പുള്ളി അതാണ് റസ്മിൻ ഭായ് കളി, അതാണ് അവിടെ ഗെയിം. നിങ്ങൾ നീ തന്നെ പറയുന്നത് കേട്ടു ഞാൻ എവിടെയോ. ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി അതിനകത്ത് വന്നിട്ട് ജാസ്മിനെ കാണിച്ചതിനകത്ത് എന്താണ് തെറ്റ്? അവക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം, അത് അവളുടെ കുഴപ്പമാണോ? നമ്മൾ പല ആളുകൾക്കും അങ്ങനെയല്ല ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ പറയുന്ന റസ്മിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു വീഡിയോയ്ക്ക് അത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിന് മുമ്പൊക്കെ പല സ്ഥലത്തും നിങ്ങൾ പോയി റസ്മിൻ ഭായിയുടെ ഇന്റർവ്യൂസ് നോക്കിയാൽ അറിയാൻ പറ്റും. റസ്മിൻ ഭായ് പറഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, അതൊരു തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വന്ന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഡിപ്പെൻഡൻസി അങ്ങനെ മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരിക്കലും ആ പരിപാടിക്ക് വരരുത്. എന്തിനാ? അതൊരു ഗെയിമാണ്. അവിടെ ഒരാൾക്കേ വിന്നാകാൻ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റുള്ളൂ, കപ്പം കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ആ ഒരാള് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ മറ്റേ കയ്യും പിടിച്ചിരുന്ന അല്ലെങ്കിൽ വാഴത്തോട്ടത്തിൽ പോയിരിക്കുന്ന അങ്ങനത്തെ ഒരാൾക്ക് പറ്റിയ പരിപാടി അല്ലത്. അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് അവള് ജയിക്കണം എന്ന് പറയുന്ന നിന്നെ പോലുള്ള ആളുകളാണ് മണ്ടന്മാർ എന്ന് ഞാൻ പറയും. നീ തന്നെ പറയുന്നുണ്ടല്ലോ റസ്മിൻ ജയിക്കണം, കപ്പ് കൊണ്ടുപോകണം. എന്ത് കണ്ടിട്ടാ നീ പറയാം? റസ്മിൻ അല്ല, സോറി, ജാസ്മിൻ കപ്പ് കൊണ്ടുപോകണം. എന്ത് കണ്ടിട്ടാ നീ അത് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഗെയിമാണ്. അവിടെ ഒരാൾ കൊണ്ടുപോയാൽ മതി, അല്ലാതെ അവിടെ താങ്ങി നടക്കുന്നവരൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരാളുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റൂ. അങ്ങനെ വിചാരിക്കുന്ന ഒരാളെ നിൽക്കണ്ട. ഇത്രയും കാലം ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 70 ദിവസം 75 ദിവസം നീ ഇറങ്ങുന്നോണം വരെ അവക്കൊരു കൂട്ടുണ്ടായിരുന്നു എപ്പോഴും. അവൾ അത് വെച്ചാൽ നിന്നിട്ടുള്ളൂ. ഇപ്പോഴാണ് അവൾ അല്ലാതെ നിൽക്കുന്നത്. ഇപ്പൊ അതല്ലാതെ നിൽക്കിയപ്പോ എന്താ
വലിയൊരു ഒന്നും ഇല്ല, മറ്റേ ഒതുങ്ങിപ്പോയി. എല്ലാവരും ഇപ്പൊ ഒതുങ്ങിയാ നിൽക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് ഒതുങ്ങി. ഇത്രയും ദിവസം മറ്റേ തീ കൊണ്ട് നടന്നവള് ഒന്നും ഇല്ല, ഇപ്പം കാണാനേ ഇല്ല. എന്തുകൊണ്ടാ? അവളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് കണ്ടന്റ് തരാനുള്ള ഒരു മെറ്റീരിയൽ ആണ് അവള്, അതാണ് അവള്. പക്ഷെ ഒരു ബിഗ് ബോസ് വിന്നർ ആകാൻ പറ്റിയ ഒരു സാധനം, ഒരു ക്വാളിറ്റി അവ കൊണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ. അത്ര എനിക്ക് പറയാനുള്ളൂ. വിശ്വസിക്കേണ്ട. ആർ യു എ ബൈസെക്ഷൽ? സ്റ്റാറി വിൻഫ്ലവർ, കം ഓൺ ബ്രോ. ഇപ്പം എൻ്റെ ജെൻഡർ എന്താണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സെക്ഷുവാലിറ്റി എന്താണെങ്കിലും ആരും ബോധർ ചെയ്യുന്ന കാര്യമില്ല. മീൻസ് ആ ഹൗസിൽ അതിന് ബോധർ ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ ശ്രീധനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ ജെൻഡർ മാറിയോ? ഒന്നുമില്ല. ക്രഷ് ഇസ് ലൈക്ക് പ്രേമല്ല. ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം തോന്നുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ സെയിം ജെൻഡറിലുള്ള ആൾക്കാരോട് ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ടായിരിക്കും. എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ശ്രീധുവിനോട് അവൾക്ക് ക്രഷ് തോന്നി, ഒരു തെറ്റുമല്ല, അത് അവളുടെ ഇഷ്ടം. ലൈക്ക് അതുപോലെ തന്നെ അവൾക്ക് അവളുടെ സെക്ച്വാലിറ്റി എന്താണെന്ന് അവൾ പുറത്ത് പറയേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇൻ ടു ഹെയർ. അത് അവള് പുറത്ത് പറയണ്ട. ഇൻ ടു ഹെയർ അല്ല, അപ് ടു ഹെയർ, സോറി. അത് അവള് പുറത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് റസ്മിൻ ഭായി ആളുകൾ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ വന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നമ്മുടെ ശ്രീധുവിനോട് പറഞ്ഞു ക്രഷ് ഉണ്ടെന്ന്, അത് കഴിഞ്ഞ് നീ വെളിയിൽ ഇറങ്ങിയിട്ട് പറയുന്നത് നിനക്ക് ഗബ്രിയോട് ക്രഷ് ഉണ്ടെന്ന്. ഇങ്ങനെ വാട്ട് ഷുഡ് ഞങ്ങൾ എന്താണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിന്നെ പറ്റി ഞങ്ങൾ വിചാരിക്കേണ്ടത്? നിനക്ക് ഇത്രയും നാൾ വോട്ട് തന്നിരുന്ന ആളുകൾ വിചാരിച്ചു നീ ഒരു പെണ്ണായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ചില ആളുകൾ വിളിച്ച് കാണും നീ ഒരു ആണാണ്, അങ്ങനെ വിചാരിച്ചു. അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ, നല്ലൊരു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ചിലപ്പോൾ വിചാരിച്ചു കാണും. വാട്ട് എവർ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല, ദേ ആർ ദ ബെസ്റ്റ്, അതാണെന്ന് വിചാരിച്ചു തരാം. പക്ഷേ നിന്റെ കാര്യത്തിൽ ഇത് മൂന്നും അല്ല നീ. നിനക്ക് അതുപോലെ തന്നെ നീ പറയുന്നു എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ഒരു പെങ്കൊച്ചിന് ഇപ്പം എന്താണ് ഇതിന് പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ അവളെ പറയുന്നതിനോട്. എനിക്കൊരു ആണിനോട് ഒരിക്കലും എനിക്ക് ക്രഷ് തോന്നിയിട്ടില്ല ഇതിനായിട്ടും. നമുക്ക് മറ്റേ ഇഷ്ടമെന്നല്ല പറയുന്നത്, നമ്മളെക്കാട്ടിലും അതിപ്പം കാണുന്ന കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിരിക്കും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സെയിം ജെൻഡറിലുള്ള ഒരാളോട് ഒരു സാധനം തോന്നുന്നത് എന്താണെന്നറിയോ? അത് നമ്മളെക്കാട്ടിലും ഡ്രസ് ചെയ്ത് നമ്മളെക്കാട്ടിലും മേക്കപ്പ് ഇട്ട ഒരാളിപ്പോ വരികയാണെങ്കിൽ സെയിം ജെൻഡറിലുള്ള, ഇപ്പൊ ഞാൻ എന്റെ വേറൊരു ആൺകുട്ടി അവൻ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ വിചാരിക്കും ഓ എന്നെക്കാട്ടിലും ലുക്കാണല്ലോ എന്നുള്ളൊരു സാധനം നമ്മൾ വിചാരിക്കും. മനസ്സിലായില്ലേ? അത് ക്രഷ് എന്നല്ല ഇതിനെ പറയണ്ടേ. അത് ലൈക്ക് അതിനെന്താ പറയുന്നത്, നമ്മളെക്കാട്ടിലും പൊളിയായിട്ടിരുന്ന വന്നു കഴിഞ്ഞാൽ അസൂയ എന്ന് വേണമെങ്കിൽ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ വെച്ചു. ഓ ഇവർ എന്നെക്കാട്ടിലും കൊള്ളാലോ, ലുക്കാണല്ലോ ഇവൻ. അതിനെ ഒരിക്കലും ക്രഷ് ആയിട്ട് കാണാൻ പറ്റുമോ? അതിനെ വാട്ട് ഈസ് ദാറ്റ്? അതിനെ ക്രഷ് എന്ന് പറഞ്ഞ മീനിങ് തന്നെ നീ ഇല്ലാതാക്കുകയാണല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെൺകുട്ടികൾ ഇപ്പം വേറെ ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് എനിക്കും ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ട് ഉള്ള ടൈമിൽ, ഇപ്പം കുറവാണ് പക്ഷെ ഉള്ള ടൈമില് ലൈക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് സമാധാനം വേണം. അപ്പൊ ഉള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ഫ്രണ്ട്സ് ഇരുന്നിട്ട് വേറെ ഇപ്പൊ എന്റെ അടുക്ക് ഇരിക്കുന്ന ഒരു പെൺകുട്ടി അവള് പറയുന്നു എടാ അവള് വരുന്ന കൊള്ളാലോ, അവളുടെ മാല അടിപൊളിയായിട്ടുണ്ട്, അവളെ കാണാൻ നല്ല രസമുണ്ടല്ലോ പറയാറുണ്ട്. എന്ന് വെച്ചിട്ട് അത് ക്രഷാണോ? അത് നീ ആളുകളെ ഇങ്ങനൊന്നും പറഞ്ഞ് താഴ്ത്തരുത് എന്റെ പൊന്നു റസ്മിൻ ഭായ്. നിനക്ക് എന്താണ് നിന്റെ സെക്സ്വാലിറ്റി എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ എല്ലാരെയും കൂടെ നീ ഇരുന്നിട്ട് മറ്റേ വേറെ തലത്തിലേക്ക് നീ തിരിച്ചുവിടാനോ നോക്കണ്ട. അത് നീ ആ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ആണിനോട് ഇല്ലെങ്കിൽ പെണ്ണിനോട്, ഇത് കാണുന്ന എല്ലാത്തിനോടും എന്താണിത്? അതിന് വേറെയാണ് പറയേണ്ടത് മോളെ, ഞാനത് പറയുന്നില്ല എന്തായാലും. Hi dear. Reintroducing Joker. Why did you go to Big Boss? Your game was utter flop. You have made zero impact. അങ്ങനെയാണോ? ഓക്കെ ബ്രോ, നിങ്ങളുടെ അഭിപ്രായം അതാണ്, ഞാനത് കേൾക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, മനസ്സിലായില്ലേ? ആളുകൾ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കമന്റ് ബോക്സിൽ, നിന്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ തെറി കുറവായിരിക്കും. കാരണം പല കാര്യങ്ങളും നീ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ് അത്. ആൾക്കാർ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ക്വസ്റ്റ്യൻസേ കിട്ടുന്നുള്ളൂ അവർക്ക് നല്ലത്. ബാക്കി എല്ലാം ഇങ്ങനത്തെ മറ്റേ ചൊറി ക്വസ്റ്റ്യൻസും ഇറങ്ങി പോടി എന്നുള്ള സാധനങ്ങളും ഒക്കെ അതിനകത്ത് നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് കുറെ നല്ല ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും ഇത് സംസാരിക്കുമ്പോണ്ടല്ലോ ബോർ അടിക്കുന്നുണ്ട്, എന്തോ ഒരു ഫ്ലോ പോകുന്നുണ്ട് എവിടെയോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു പരിധിയിൽ കൂടുതൽ എല്ലാം ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും സംസാരിക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചില ആളുകൾ ഇപ്പം സിബിന്റെ ഒക്കെ കാര്യം പറഞ്ഞാണെങ്കിൽ സിബിന്റെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് അങ്ങ് പോകാം. സംഗതി വേറൊന്നുമല്ല, നിങ്ങൾക്ക് വേണം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സിബിന്റെ ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിന്റെ 3 പാർട്ടുണ്ട്. ഒരെണ്ണം ഞാൻ
റിയാക്ട് ചെയ്തു. അത്യാവശ്യം കുറെ പേര് കണ്ടു. സെക്കൻഡും തേർഡ് ഞാൻ ചെയ്തില്ല. കുറെ പേര് അതിനെ റിയാക്ട് ചെയ്യുന്ന കണ്ടു ഞാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാനും കൂടെ എടുത്ത്, എനിക്ക് തോന്നിയില്ല എല്ലാവരും എന്തൊരാ, സോ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷെ അതിനകത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അത് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോഴും, ആദ്യത്തെ വീഡിയോ ആണോ അതിന്റെ മുമ്പ് നമ്മുടെ സിബിൻ ചേട്ടന്റെ വൈഫ് വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു സാധനം പുറത്തു വന്നായിരുന്നു, ഒരു വീഡിയോ. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇത്രയും വർഷമായി, 5 വർഷം കണ്ടായെന്ന് തോന്നുന്നു അവര് വേർപിരിഞ്ഞിട്ട്. ഈ 5 വർഷത്തിനിടയ്ക്ക് ആ ചേച്ചി വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളിയെ പറ്റി. ഇപ്പൊ വന്നിട്ട് പുള്ളി ഇറങ്ങി ഇച്ചിരി ഫേം ആയപ്പോഴത്തേക്ക് വന്ന് പറയുന്നു എന്നുള്ളൊരു സാധനം എനിക്കും തോന്നി. അത് സിബിനും എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലോ തേർഡ് പാർട്ടിലോ, ആ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടിലോ തേർഡ് പാർട്ടിലോ കണ്ട് പുള്ളിയായി ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം കണ്ടിട്ടില്ല, ഇപ്പോഴാണ് അവള് വരുന്നത്, ഞാനൊന്ന് ഫേം ആയി കഴിഞ്ഞപ്പം എന്നൊരു സാധനം പറയുന്നത്. അപ്പം 2 പെർസ്പെക്റ്റീവ് ആണ് അതിനകത്ത് ആ ഒരു കാര്യത്തിലുള്ളത്. ഞാൻ അതും കൂടെ അതിനകത്ത് പറഞ്ഞു പോകാം. ഒന്ന്, ചില ആളുകൾ വേണമെങ്കിൽ പറയാം, അതായത് ഈ ചേച്ചി എന്തുകൊണ്ട് ഇത്ര നാളും പറഞ്ഞില്ല, ഇപ്പൊ സിബിൻ പറയുന്ന കണക്കൊന്ന് ഫേം ആയി കഴിഞ്ഞപ്പോ വന്നു. ഫേം ആയി കഴിയുമ്പോൾ വരാനുള്ള ഒരു കാരണം, ഇത്രയും നാളും നാട്ടുകാർക്ക് അറിയത്തില്ല ഈ പുള്ളിയെ. ഇപ്പം പുള്ളി നാട്ടുകാരുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് കഥ പറഞ്ഞപ്പോഴത്തേക്ക് അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് ചേച്ചി ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ കള്ളം പറയുന്നത് വിചാരിച്ചിട്ട് ചേച്ചി വന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇല്ലെങ്കിലുള്ളൊരു ഒരു പാട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സിബിനും പറയുന്നുണ്ട്, നമ്മുടെ ജാസ്മിൻ കുഞ്ഞിന്റെ ഒരു PR ഹെഡ് ഉണ്ട്, ഒരു മോൻ. ആ മോൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ ചേച്ചി വന്നിരുന്ന് കഥ പറഞ്ഞതെന്ന് സിബിൻ പറയുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ അതും സത്യമാകാം, ആയിക്കൂടാഴികയൊന്നുമില്ല. ചേച്ചിക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചി വന്നിരുന്ന് പറഞ്ഞതാണെങ്കിലോ. സോ ഒറ്റയടിക്ക് കുറെ പേര് അതിനെ സിബിനെ എതിർക്കുന്നുണ്ട്. ഒറ്റയടിക്ക് കയറി അങ്ങ് എതിർക്കാൻ നിൽക്കരുത്. കാരണം ഈ 2 പെർസ്പെക്റ്റീവ്, 2 രീതിയിൽ നമ്മൾ അതിനെ നോക്കണം. സോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തൊരു പരിധിയിൽ കൂടുതലൊന്നും സംസാരിക്കാൻ വരുന്നില്ല. റസ്മിൻ ഭായിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏറെക്കുറെയൊക്കെ. അപ്പൊ ഇതാണ് കൊച്ച്. ഞാൻ ഈ പറഞ്ഞതിനകത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ നഷ്ടമൊന്നുമില്ല. ഓക്കെ.